രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. കുഞ്ഞ് കാണാതെ എടുത്ത് പാത്ത് വെച്ചതാണ്, ചാക്കിനകത്തെടുത്ത് പാത്ത് വെച്ചാണ്, അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം കണ്ടാന്ന് തോന്നുന്നു, ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം കിച്ചൂട്ടിന് അവിടെ വന്ന് വ്ളോഗ് എടുത്തായിരുന്നു. അപ്പം എന്താ പറയാ, സത്യം പറഞ്ഞാൽ എന്റെ കുറച്ചൊരു 5-8 അവാർഡ് കിട്ടിയത് അതിപ്പം കിട്ടിയതല്ല. അപ്പൊ അതെടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ച് വേറൊന്നുമല്ല. എന്റെ അവാർഡ് ഇപ്പം എന്താ പറയാ, കൊച്ചുങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞ് അവന് ഋതപ്പന് ആ ഉള്ള ഒരു ഏജേ ഉള്ളൂ. കുഞ്ഞ് ഞാൻ അറിയാതെ തന്നെ ഫോൺ എടുത്തുകൊണ്ട് പാത്ത് വെച്ച് കുത്തി എവിടെയെങ്കിലും കോളൊക്കെ കളയും, അല്ലെങ്കിൽ നിലത്തിട്ട് പൊട്ടിക്കും. അതുപോലെ അവാർഡൊക്കെ, സൂചിച്ചേണ്ട അവാർഡൊക്കെ എടുത്ത് അവൻ കുഞ്ഞല്ലേ, അവൻ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പം എന്റെ അവാർഡ് ഇപ്പം താഴെ പോയി ഒടിഞ്ഞു പോയാൽ പോലും, അറിയാതെ പോയാൽ പോലും, കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എന്റെ സൂചിച്ചേണ്ട അവാർഡ് അല്ലെങ്കിൽ അത്രയും നാൾ മേടിച്ചു വെച്ചാൽ അത് ഒരിക്കലും പോകരുതെന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞ് കാണാതെ എടുത്ത് പാത്ത് വെച്ചതാണ്, ചാക്കിനകത്തെടുത്ത് പാത്ത് വെച്ചാണ്, അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല. എന്നെ മനസ്സിലാക്കുന്ന എന്റെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊന്നും പറയാം. ഇതാണ് സംഭവിച്ചത്. നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത്, പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട്, വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് എന്താണ്, രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. സൂചിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി, കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഓരോരോ ഇപ്പൊ സൂചിച്ചേട്ടന്റെ പെർഫ്യൂം ഞാൻ എപ്പോഴും ഇടയ്ക്ക് പറയാറുണ്ട്, അവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോഴത്തേന് അത് എടുത്തോണ്ട് പോയി. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചിച്ചേട്ടന്റെ പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചിച്ചേട്ടന്റെ ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന്. നമ്മുടെ മോനെ അങ്ങനെ ചെയ്യരുത്, 5 വയസ്സായതേ ഉള്ളവന്. അപ്പം അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചാണല്ലേ എന്റെ സൂചിച്ചേട്ടന്റെ അവാർഡ് എടുത്ത് ഞാൻ ചവിട്ടുപറ്റ ഇട്ടിട്ട് എന്റെ അവാർഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ചതല്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ. എനിക്കിനി ആരെയും ബോധിപ്പിക്കാനും പറ്റുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, സൂചിച്ചേട്ടനെ ആരാധിക്കുന്ന പ്രേക്ഷകരുണ്ട്. അവരോട് കൂടി മാത്രമാണ് പറഞ്ഞത്, വ്ളോഗേഴ്സിന് ഒരു സാധനം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് രേണുസുതി എങ്ങനെയാണ് തകർക്കേണ്ടത്. സോ എല്ലാ വ്ളോഗേഴ്സും അല്ല കേട്ടോ, ഒരിക്കലും എല്ലാ വ്ളോഗേഴ്സിനും അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് അവസ്ഥ.